ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ചില ആഴ്ചകൾക്ക് ശേഷം ദൈവജനത്തിൻ്റെ മധ്യേ ദൈവത്തിൻ്റെ വചനവുമായി നിൽപ്പാൻ ദൈവം എന്നെയും സഹായിച്ച ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കൂടുതൽ മുഖവര കൂടാതെ എൻ്റെ ടോപ്പിക്കിലേക്ക് കടക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവ കൃപയെപ്പറ്റിയാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഗോഡ്സ് ഗ്രേസ്. ഈ നമുക്കറിയാം, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അർഹതയില്ലാത്ത ഒരു ആനുകൂല്യം. നാം എപ്പോഴും അതിനെപ്പറ്റി ദൈവകൃപയെപ്പറ്റി പറയുന്ന വാക്കാണ്. നമുക്ക് അർഹമല്ലാത്ത ഒരു ആനുകൂല്യം ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അതാണ് ദൈവകൃപ. അല്ലെങ്കിൽ കരുണ എന്ന വാക്ക് അല്ലെ കാരുണ്യം എന്ന വാക്കും അതിനോട് തത്തുല്യമായി അർത്ഥം വരുന്ന ഒരു വാക്ക് തന്നെയാണ്. നാം എല്ലാവരും ദൈവകൃപ ദിവസവും അനുഭവിക്കുന്നവരാണ്. നാം പക്ഷെ അതിനെപ്പറ്റി അത്ര ബോധവാന്മാരൊന്നുമല്ല. നാം ഓരോ ദൈവകൃപയൊക്കെ ഇങ്ങനെ നമ്മൾ അനുഭവിച്ച് മുന്നോട്ടിങ്ങനെ പോവുകയാണ്. പക്ഷേ നമ്മൾ എത്രമാത്രം ആ ഒരു ബോധ്യം നമുക്കുണ്ട്, ദൈവത്തിൻ്റെ കൃപയിലാണ് നാം ആയിരിക്കുന്നത്, ദൈവത്തിൻ്റെ കൃപ എപ്രകാരമാണ് നമ്മെ നയിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും നമ്മുടെ മനസ്സിലും അങ്ങോട്ട് കടന്നു വരാറില്ല. നാം പാട്ടുകൾ പാടാറുണ്ട്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചെന്ന് പാടും, കൃപ ഏറും കർത്താവിൻ വിശ്വാസം, അങ്ങനെ അനേക ഗാനങ്ങളുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ അമേസിങ് ഗ്രേസ്, അങ്ങനെ അനേക ദൈവത്തിൻ്റെ കൃപയെ വർണ്ണിക്കുന്ന അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. എങ്ങനെയാണ് നാം നാം പറയുമ്പോൾ എന്തുകൊണ്ടാണ് നാം ഇങ്ങനെ ഇപ്രകാരം ഇവിടെ ആയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ നമുക്ക് പറയാൻ കാണത്തുള്ളൂ: ദൈവകൃപ എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് പറയുവാനില്ല, യാതൊരു സംശയമില്ല. നമ്മൾ ശ്രദ്ധിച്ചാണ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസം മുമ്പ് വളരെ അതിസമ്പന്നനായ ഒരു വ്യക്തി CJ നമ്മുടെ റോയ്, ചിരയങ്കണ്ടത്ത് ജോസഫ് റോയ്, അദ്ദേഹത്തിൻ്റെ മരണം നമ്മളൊരു വലിയ ഒരു ഞെട്ടലോടുകൂടിയാണ് ശ്രവിച്ചത്. ഏതാണ്ട് 10,000 കോടിയിലധികം രൂപ ആസ്തിയുള്ള ഒരു വ്യക്തി, ഒന്നിനും ഒരു കുറവുമില്ല. 10 കോടി വിലയുള്ള ഏകദേശം 10 കാറുകളുണ്ട് പുള്ളിയുടെ ഷെഡിൽ. വലിയ സ്വന്തമായിട്ട് വിമാനമുണ്ട്. വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപനാണ്. ദുബൈയിലെ ഏറ്റവും ആഡംബരമായ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഹോട്ടലൊക്കെ പോയാൽ ഏറ്റവും 7 സ്റ്റാർ ഹോട്ടലിലെ പുള്ളി താമസിക്കത്തുള്ളൂ. അത്ര ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച ഒരു വ്യക്തി സ്വയം മരണം എടുത്താണ്. അപ്പോൾ ഞാൻ ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് എന്തായിരിക്കും ഒരു കുറവ്? അദ്ദേഹത്തിന് കുറവുണ്ടോ? ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു പുള്ളി ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ലഭ്യം അല്ലാത്തതുകൊണ്ടോ? ഒന്നുമില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ അന്നേരം എനിക്ക് തോന്നിയത് ഒരു പക്ഷേ ദൈവകൃപയായിരിക്കും പുള്ളിക്ക് കുറവ്, അല്ലാതെ വേറെ ഒരു കുറവ് ഞാൻ കണ്ടില്ല. നമുക്ക് ആ വ്യക്തിയെ പേഴ്സണലായിട്ട് അറിയത്തില്ല. എങ്കിലും യഥാർത്ഥ ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു കടുങ്കൈ അല്ലെങ്കിൽ സ്വയം ഒരു മരണത്തെ തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ഏത് പ്രശ്നങ്ങൾ വന്നോട്ടെ, പ്രതിസന്ധികൾ വന്നോട്ടെ, ജീവിതത്തിൻ്റെ ഒരു മുൻവശം കാണാതെ എന്ത് വലിയ ഇരുട്ട് ചുറ്റും വ്യാപിക്കുമ്പോൾ പോലും, വളരെ മാരകമായ രോഗത്തിന് അടിമയാകുമ്പോഴും, വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും, വിവിധ പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുമ്പോഴും ആ ദൈവകൃപ നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം നമ്മെ മുന്നോട്ട് നയിക്കും, യാതൊരു സംശയമില്ല. അങ്ങനെയല്ലേ നമ്മൾ ഓർത്ത് നോക്കിയാൽ നമ്മുടെ ജീവിതങ്ങളിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, എത്രമാത്രം പ്രയാസകരമായ സാഹചര്യങ്ങളിൽ നാം മുന്നോട്ട് പോകാൻ ഒരു വഴിയും സാധ്യതയും കാണാത്ത അവസരങ്ങളിൽ ആ ദൈവകൃപയല്ലേ നമ്മെ മുന്നോട്ട് നയിച്ചത്? ആ ഒരു പ്രതീക്ഷയല്ലേ ദൈവം നമ്മെ നടത്തിയത്? നമ്മുടെ വിധങ്ങൾ ഓർത്ത് ഞാൻ മുന്നോട്ട് പോട്ടെ. കൂടുതൽ മുഖവരയ്ക്കായിട്ട് ഞാൻ മുതിരുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ദി ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 6 വേഴ്സ് 8.
ഞാൻ തന്നെ വായിക്കാം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഇത് കൃപ ലഭിച്ച അനേകം വ്യക്തികളെ നമ്മൾ തിരുവചനത്തിൽ കാണുവാൻ കഴിയും. ഇവിടെ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. എന്തുകൊണ്ടാണ് എന്ന് അതിൻ്റെ 9-ാം വാക്യത്തിൽ ഞാൻ അത് പറയുന്നുണ്ട്. നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഓരോന്നും വിശദീകരിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ് ദൈവം നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ നൽകിയത് എന്ന് ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ കാരണം. നമുക്കതിൻ്റെ മുമ്പിലത്തെ വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്, മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് എന്ന് യഹോവ കണ്ടു. അപ്പോൾ നമ്മുടെ വാസ്തവത്തിൽ ഒരു വാചകം പറഞ്ഞാൽ മുന്നോട്ട് പോകാം, നമ്മുടെ നിരൂപണങ്ങളാണ് ദൈവം ശ്രദ്ധിക്കുന്നത്. പലപ്പോഴും നാം നമ്മുടെ പ്രവൃത്തിയിലൊക്കെ വളരെ നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറമേ കാണിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും നമ്മുടെ ഹൃദയ വിചാരങ്ങളും നിരൂപണങ്ങളും മനസ്സിലാക്കി അതിന് അനുസരിച്ചാണ് ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നമുക്ക് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. അതുപോലെ മറ്റൊരു ആളിൻ്റെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. 2 Corinthians chapter 12 verse 9. 2 Corinthians 12-ാം അധ്യായം 9-ാം വാക്യം. 2 Corinthians, the book of 2 Corinthians chapter 12 verse 9. അവിടെ ഞാൻ സമയച്ചുരുക്കം മൂലം കൂടുതൽ വിശദീകരണം മുതിരുന്നില്ല. എന്തുകൊണ്ടാണ് യഹോവ പറയുകയാണ്, ദൈവം പറയുകയാണ്, എൻ്റെ കൃപ നിനക്ക് മതി. അതിൻ്റെ മേളിൽ പറഞ്ഞിരിക്കുന്നത് 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. അപ്പോൾ നാം എല്ലാം നിഗളിച്ച് പോകാൻ സാധ്യതയുള്ള അവസരങ്ങളിൽ നമുക്ക് ധനം വർദ്ധിക്കുമ്പോൾ നമുക്ക് നമ്മൾ മറ്റുള്ളവർ കൂടുതലായിട്ട് ബഹുമാനിക്കുമ്പോൾ നമുക്ക് വലിയ സൗഭാഗ്യങ്ങൾ വരുമ്പോൾ നാം നിഗളിച്ചു പോകാനുള്ള ഒരു സാധ്യത എപ്പോഴും ഉണ്ട്. നമ്മുടെ മക്കൾക്ക് നല്ല ജോലി കിട്ടുമ്പോൾ, അങ്ങനെ സാമ്പത്തികമായിട്ട് നാം അഭിവൃദ്ധിപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ആത്മീയമായി കൂടുതൽ നാം ശോഭിക്കുമ്പോൾ ഒക്കെ നാം നിഗളിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് 3 പ്രാവശ്യം അപേക്ഷിക്കുകയാണ്, ഇത് നീങ്ങിപ്പോകണമേ, ഈ മുള്ള് നീങ്ങിപ്പോകണമേ എന്ന് പറയുമ്പോൾ കർത്താവായ ദൈവം അവനോട് പറയുകയാണ്, എൻ്റെ കൃപ നിനക്ക് മതി. ആ കൃപയിലല്ലേ നാമും ഇന്ന് ആശ്രയിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ദൈവത്തിന് അതിൽ ഒരു ഉദ്ദേശമുണ്ട്. ദൈവകൃപ നാം അനുഭവിക്കുമ്പോൾ ആ കൃപ മറ്റുള്ളവരിലേക്ക് നാം പകർന്നു കൊടുക്കാറുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ദൈവകൃപ ധാരാളമായിട്ട് നാം അനുഭവിക്കുന്നവരാണ് നാം. പക്ഷെങ്കിൽ ആ ദൈവകൃപയിലാണോ മറ്റുള്ളവരോട് നാം പെരുമാറുന്നത്? ആ കൃപ, ദൈവം നമുക്ക് തന്നിട്ടുള്ള കൃപ മറ്റുള്ളവരിലേക്ക് പകരുവാനും അത് പ്രകടിപ്പിക്കുവാനും നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. നാം എന്തുകൊണ്ടാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത്? നാം മറ്റുള്ളവരോട് ക്ഷമിപ്പാൻ കടപ്പെട്ടവരാണ്. കാരണം എന്തുകൊണ്ടാണ്? ദൈവം നമ്മോട് അതുപോലെ ക്ഷമ കാണിക്കുന്നുണ്ട്, അല്ലേ? നാം നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ പ്രവൃത്തികളിൽ വന്നു പോകുന്ന തെറ്റുകൾ ദൈവം നമ്മോട് ക്ഷമിക്കുന്നത് കൊണ്ട് നാം മറ്റുള്ളവരോട് ക്ഷമിപ്പാൻ കടപ്പെട്ടവരാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹം അതുപോലെ തന്നെയാണ്. ദൈവസ്നേഹം നാം അനുഭവിക്കുന്നത് കൊണ്ട്, ദൈവസ്നേഹം നാം അനുഭവിച്ചത് കൊണ്ട് ആ സ്നേഹം മറ്റുള്ളവരോടും നാം പ്രകടിപ്പിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അതിന് നമുക്ക് ഒഴിവൊന്നുമില്ല. ഞാൻ ഇന്നലെ സ്നേഹിക്കത്തില്ല. ചിലപ്പോൾ ഒരാളുടെ സ്വഭാവം നമുക്കെല്ലാം ഇഷ്ടപ്പെടത്തില്ല, ശരിയാ. അവരുടെ ഇന്ന സ്വഭാവം ഇഷ്ടപ്പെടത്തില്ല, അവരുടെ ജീവിത രീതി എനിക്ക് ഇഷ്ടപ്പെടത്തില്ല, അവരുടെ സംസാരം എനിക്ക് ഇഷ്ടപ്പെടത്തില്ല, അല്ലെ അവരുടെ പല പ്രവൃത്തികളും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. എങ്കിലും ഈ പ്രവൃത്തികൾ നിങ്ങളെ തമ്മിൽ ഇഷ്ടപ്പെടണമെന്നല്ല പറഞ്ഞ് സ്നേഹിക്കണമെന്നാണ് പറഞ്ഞത്.
അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയിൽ ഇഷ്ടമില്ലാത്ത അനേക കാര്യങ്ങളുണ്ടെങ്കിലും നാം അവരെ സ്നേഹിക്കാൻ ബാധ്യസ്ഥരാണ്, യാതൊരു സംശയവുമില്ല. ഞാൻ മുന്നോട്ട് പോകട്ടെ. സങ്കീർത്തനങ്ങൾ 67-ാം അധ്യായം 67-ന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. Psalms 67 verse 1. മതി. ഇവിടെ ദൈവത്തിൻ്റെ കൃപ ഒരു അനുഗ്രഹമാണെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ കൃപ നമുക്കൊരു അനുഗ്രഹമാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ളവർക്കാണ് ദൈവം തൻ്റെ കൃപ നൽകി കൊടുക്കുന്നത്. വീണ്ടും മുന്നോട്ട് പോകാം. സദൃശവാക്യങ്ങൾ 19-17 ഒന്ന് വായിക്കാം. Proverbs chapter 19 verse 17. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, നമ്മിൽ എളിയവരായിട്ടുള്ള ആൾക്കാരോട്, നമ്മൾ വിദ്യാഭ്യാസപരമായിട്ടോ സാമൂഹ്യപരമായിട്ടോ സാമ്പത്തികമായിട്ടോ അങ്ങനെ മറ്റ് പല നിലകളിൽ നമ്മെക്കാട്ടിൽ താണ ഒരു ആളിനോട് നാം കൃപ കാണിക്കണം എന്ന് അവിടെ സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുകയാണ്. നമുക്കതിന് പലപ്പോഴും കഴിയാറില്ല, അല്ലേ? നാം ഒരു മേലുദ്യോഗസ്ഥനായിരിക്കുന്ന ഒരു ഓഫീസിൽ മറ്റുള്ള ആൾക്കാരോട്, ചിലപ്പോൾ തൊട്ട് താഴെയുള്ള ആളോട് നമുക്ക് കുറച്ച് ഒരു മര്യാദയൊക്കെ കാണും. പക്ഷേ ഏറ്റവും താഴത്തെ ഒരാളിനോട്, അല്ലെങ്കിൽ ഒരു ക്ലീനിങ് സ്റ്റാഫിനോട്, അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ഒരു വ്യക്തിയോട് നമുക്ക് ആ കൃപയോടുകൂടി പെരുമാറാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അത് അങ്ങനെ ചെയ്യുമ്പോൾ അത് ദൈവത്തിന് വായ്പ കൊടുക്കുന്നതാണ് പറയുന്നത്. പക്ഷെ ദൈവം ആരുടെയും കടക്കാരനല്ല എന്ന് നാം ചിന്തിക്കണം. ദൈവം ആരുടെയും കടക്കാരനല്ല. നാം മറ്റുള്ളവരോട് കാണിക്കുന്ന കൃപ ഇരട്ടിയായിട്ട് ദൈവം നമുക്ക് നൽകിത്തരും. യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അപ്പോൾ നാം മറ്റുള്ളവരോട് കൃപ കാണിക്കാതെ, അലിവില്ലാതെ നമ്മുടെ വാക്കുകൾ, പ്രവൃത്തികൾ അതുപോലെ കൃപയില്ലാത്തതായി കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മോട് കൃപ കാണിക്കുന്നതിന് അത് ഒരു തടസ്സമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്ക് ഇല്ല. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യം ഒന്ന് വായിക്കാം. ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 2 വേഴ്സ് 52. ദൈവകൃപയിൽ വളർന്നു വന്നു എന്ന് അവിടെ പറയുകയാണ്. ദൈവകൃപ നമ്മിൽ വർദ്ധിച്ചു വരുന്നുണ്ടോ? നമ്മിൽ ആ ദൈവത്തിൻ്റെ കൃപ നാം മനസ്സിലാക്കി അതിനനുസരണമായിട്ട് ദൈവത്തിൽ കൂടുതൽ നാം ആശ്രയിക്കുമ്പോൾ ദൈവം ധാരാളമായ കൃപ നമുക്ക് നൽകിത്തരും. എന്തുകൊണ്ടാണ് ഞാൻ അപ്പോസ്തലനായ പൗലോസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു? അദ്ദേഹം കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ എന്തുമാത്രം പ്രയാസങ്ങൾ കൂടിയാണ് താൻ കടന്നുപോയത്. തൻ്റെ ആമത്തിലിട്ട് പൂട്ടിയിരിക്കുകയായിരുന്നു. തനിക്ക് വളരെ വിഷമകരമായ സാഹചര്യത്തിൽ കൂടിയാണ് താൻ ആ ജയിലിൽ കഴിഞ്ഞത്. ആ ജയിലിൽ കഴിഞ്ഞ സമയത്ത് പോലും അദ്ദേഹം മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ലേഖനം എഴുതുകയും മറ്റുള്ളവരെ ദൈവത്തിൽ ഉറപ്പിക്കുകയും താൻ വളർത്തിക്കൊണ്ടുവന്ന വിശ്വാസികളെ വിശ്വാസത്തിൽ ബലപ്പെടുത്തുന്നതും നമുക്ക് കാണുവാൻ കഴിയും. എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു? നോർത്ത് നോക്കിയേ, നാം ജയിലിൽ കിടക്കുകയാണ്, നമ്മുടെ ആമത്തിൽ കൂട്ടിയിരിക്കുകയാണ്. വളരെ പ്രയാസകരമായ ജയിലിലെ അനുഭവം ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും ഇന്നത്തെ ജയിലിൽ പോലുള്ള സുഭിക്ഷമായ ഭക്ഷണമൊന്നും അന്ന് ഉണ്ടായിരുന്നതായിട്ട് ഞാൻ കരുതുന്നില്ല. ഇന്ന് ആളുകളുടെ ജയിലിലൊക്കെ പോയിട്ട് 10 വർഷം കഴിഞ്ഞൊക്കെ ഇറങ്ങി വരുന്നവർ വളരെ തടിച്ച് കൊഴുത്ത് വളരെ ആരോഗ്യവാന്മാരും സുന്ദരന്മാരുമായിട്ടാണ് ഇറങ്ങി വരുന്നതായിട്ട് നാം പലപ്പോഴും കാണാറുള്ളത്. കാരണം അവിടെ വളരെ നല്ല ഭക്ഷണം കിട്ടും, പൈസയും കിട്ടും. ഇപ്പോൾ പൈസ കൂട്ടി, വേതനം കൂട്ടി. അപ്പോൾ ഇങ്ങനെ ഉള്ള ആ ഒരു വളരെ കഷ്ടകരമായ പ്രയാസകരമായ സാഹചര്യത്തിൽ താൻ ആയിരിക്കുമ്പോഴും താൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ തനിക്ക് കരുതാനും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും മറ്റുള്ളവരെ ദൈവത്തിൽ ഉറപ്പിക്കുവാനും കഴിഞ്ഞത്? എന്തുകൊണ്ടാണ്? ചിന്തിച്ചു നോക്കിയേ. താൻ ധാരാളമായി അനുഭവിച്ച ദൈവകൃപ എന്നല്ലാതെ എന്താണ് പറയുവാൻ കഴിയുന്നത്?
അതുകൊണ്ടാണ് നാം രോഗാവസ്ഥ, മൂർധന്യാവസ്ഥയിലും ക്യാൻസർ അതുപോലത്തെയുള്ള മാരകമായ രോഗങ്ങൾ ബാധിച്ച് ഞാൻ മരിക്കും, അധികം ആയുസ് എനിക്കില്ല എന്ന് ബോധ്യമുള്ളപ്പോഴും യഥാർത്ഥ ദൈവഭക്തരായ മനുഷ്യർ വളരെ പ്രസന്നമായിട്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അനേകം പേരെ അങ്ങനെ നമുക്ക് കാണുവാൻ കഴിയും. യാതൊരു നിരാശയുമില്ലാതെ. വേദനകളൊക്കെ ഉണ്ട്, പക്ഷെങ്കിൽ ഇതൊന്നും കാര്യമാക്കാതെ ആ വലിയ ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുകയാണ്. വെറുതെ കൊണ്ട് പാട്ട് പാടിയാൽ പോരാ. അത് ഹൃദയത്തിൽ ആ ദൈവകൃപയെപ്പറ്റി പൂർണ്ണ ബോധ്യമുള്ള നമുക്ക് തീർച്ചയായും ക്രിസ്തുവിൽ ഏതു പ്രശ്നത്തെയും പ്രതിസന്ധിയെയും നമ്മുടെ ജീവിതത്തിൽ മറികടക്കുവാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 17-ാം വാക്യം ഒന്ന് വായിക്കാം. John's Gospel, chapter 1, verse 17. യോഹന്നാന്റെ സുവിശേഷം 1:17. അത് കഴിഞ്ഞിട്ട് കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. അപ്പോൾ ഈ യഥാർത്ഥമായിട്ടുള്ള ദൈവകൃപ, ദൈവത്തിൻ്റെ കൃപ നമ്മിൽ കൂടി പകർന്നതിൻ്റെ ഏറ്റവും ഒരു മീഡിയേറ്ററായിട്ട് നിന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടിയാണ് ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് വ്യാപരിച്ചത്. യേശുക്രിസ്തു മുഖാന്തരമാണ് കൃപയും സത്യവും നമുക്ക് ആ വഴിക്കാണ് നമുക്ക് കിട്ടിയത്. അല്ലെങ്കിൽ നാം ദൈവസന്നിധിയിൽ ചെന്ന് കൃപയ്ക്കായിട്ട് നാം ചോദിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളായിരിക്കും അവിടെ തെളിഞ്ഞു വരുന്നത്. നിനക്ക് എൻ്റെ കൃപ ലഭിക്കുവാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം നീ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട് എനിക്ക് ഒരിക്കലും ദൈവവുമായിട്ട് അടുത്തു ചെല്ലുവാൻ കഴിയാത്ത വിധം അകലം ഉണ്ടായിരുന്നു. ആ അകലം കുറച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് ദൈവത്തോട് ഒരു നിരപ്പ് പ്രാപിക്കുവാൻ ആണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത്. അതുകൊണ്ടാണ് കൃപയും സത്യവും ക്രിസ്തു മുഖാന്തരമാണ്. ദൈവകൃപ നാം അനുഭവിക്കുന്നത് കർത്താവിൽ കൂടി ആണ് എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2:4-47 ഒന്ന് വായിക്കാം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2 verse 47. ഒരുപാട് വാക്യങ്ങൾ കൃപയെപ്പറ്റി പറയുന്നുണ്ട്. ചിലത് മാത്രം ഞാനൊന്ന് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ പല വാക്യങ്ങൾ നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. അത് നാം അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഈ വാക്യങ്ങൾ വായിപ്പിക്കുന്നതാണ്. സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. അപ്പോൾ നാം നമ്മുടെ പരസ്പരം കൃപയോടുകൂടി പെരുമാറേണ്ടതിൻ്റെ ആവശ്യകതയാണ് അവിടെ കാണുന്നത്. സഭയിലും നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും നാം അനുഭവിക്കുന്ന ദൈവകൃപ നാം പകർന്ന് നൽകേണ്ടതുണ്ട്. 2 Corinthians chapter 8 verse 1 and 2. 2 Corinthians 8:1-2 ഒന്ന് വായിക്കാം. 2 Corinthians 8-ാം അധ്യായം 1-2 വാക്യങ്ങൾ. എന്താണ് ഇവിടെ പറയുന്നത്? മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. എന്താണ്? അവർ മഹാദാരിദ്ര്യത്തിലായിരുന്നു. അവർക്കൊന്നുമില്ല. വെറും ദാരിദ്ര്യമല്ല, മഹാദാരിദ്ര്യമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ അതിദരിദ്രന്മാരായിരുന്നു അവർ. ഇപ്പോൾ കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിദാരിദ്ര്യം ഇല്ലാതാക്കിയെന്നൊക്കെ. അപ്പോൾ അത്ര ദാരിദ്ര്യത്തിലായിരുന്നപ്പോഴും അവർ ദൈവസഭയെയും ദൈവമക്കളെയും സ്നേഹിച്ചുകൊണ്ട് അവർ സംഭാവന കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കാരണം എന്താണ്? അതിന് പറഞ്ഞത് അവരുടെ സന്തോഷ സമൃദ്ധി. പക്ഷെ അവർക്ക് മഹാദാരിദ്ര്യം ആയിരുന്നപ്പോഴും അവർക്ക് സന്തോഷത്തിൻ്റെ ഒരു സമൃദ്ധി ഉണ്ടായിരുന്നു. നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്.
നമുക്ക് എല്ലാ സമ്പത്തും എല്ലാം വളരെ നന്നായിട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷം വരത്തുള്ളൂ. പക്ഷെങ്കിൽ നാം അനേകം പേര് ശ്രദ്ധിച്ചാൽ, ഈവൻ ഭിക്ഷയാഴ്ച നടക്കുന്നവരെയൊക്കെ ശ്രദ്ധിച്ചാൽ പോലും അവർ വളരെ ഹാപ്പിയായിട്ട് കപ്പിളായിട്ടൊക്കെ നടക്കുന്ന പലരെയും നമുക്ക് കാണുവാൻ കഴിയും. അവർക്ക് വലിയ കാര്യങ്ങളൊന്നും വേണ്ട, ചുരുണ്ട് എവിടെയെങ്കിലും കടയിൽ തന്നെ കിടന്നുറങ്ങും, അന്നത് വേണ്ടത് അവർ യാചിച്ച് വാങ്ങിക്കും, അവർക്കൊരു പ്രശ്നങ്ങളുമില്ല. എന്ന് പറഞ്ഞതുപോലെ നാമൊക്കെ എന്താണ്, നമ്മുടെ ഇല്ലായ്മകളെ ഓർത്ത് വിഷമിച്ചയ്യോ എനിക്കതില്ല, എൻ്റെ കാറ് ഇങ്ങനത്തെ കാറാണ്, ഇച്ചിരി നല്ലൊരു കാറില്ല, എനിക്ക് നല്ലൊരു വീടില്ല, അല്ലെങ്കിൽ എനിക്ക് രഹസ്യ മുറിയില്ല, എൻ്റെ മക്കൾക്ക് ഇന്ന ജോലിയില്ല, എങ്ങനെ നമ്മുടെ ഇല്ലായ്മകളെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെങ്കിൽ ഈ സന്തോഷം, ഒരാളിന് സന്തോഷം, യഥാർത്ഥമായ സന്തോഷം ലഭ്യമാകണമെങ്കിൽ ഈ പറഞ്ഞ ഭൗതിക കാര്യങ്ങളൊന്നും വേണമെന്നില്ല. ദൈവത്തിൽ സന്തോഷിക്കാൻ നമുക്ക് കഴിയും. വാസ്തവത്തിൽ എനിക്ക് നമുക്ക് വെച്ചിട്ടുള്ള ഒരു പ്രത്യാശ നാം ഓർത്താൽ മാത്രം മതി. എനിക്ക് രോഗമുള്ള ഒരാളിന്, മരണത്തോട് അടുക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഞാൻ ഭരിച്ചാൽ എൻ്റെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഞാൻ എത്രയും പെട്ടെന്ന് ചെല്ലും, അതുപോലെ സന്തോഷിക്കാൻ. ഈ ലോകത്തിൽ എൻ്റെ ജീവിതം ഒരു പക്ഷേ നശ്വരമായി, നശിച്ചു തീരാറായി, എങ്കിലും ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്രയും പെട്ടെന്ന് ചെന്ന് ചേരും, എൻ്റെ കർത്താവിനോട് കൂടെ ഞാൻ ആയിരിക്കും എന്നുള്ള വലിയ പ്രത്യാശ നമ്മെ സന്തോഷഭരിതരാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ 8-ാം 9-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം. 2 Corinthians chapter 8 verse 9. കർത്താവ് സമ്പന്നനായിരുന്നെന്ന് ചോദിച്ചാൽ എന്താ? നമുക്ക് ഈ സർവ്വത്തിനെ സൃഷ്ടിച്ച, സർവ്വത്തിനെയും നിയന്ത്രിക്കുന്ന, നിർമ്മിച്ച, സർവശക്തനായ, സർവ്വവ്യാപിയായ, സർവത്തിൻ്റെ ഉടമയായ കർത്താവ് ദരിദ്രനായിത്തീരുന്നു നമുക്ക് വേണ്ടി. ഒന്നുമില്ലാത്ത വെറും ബേത്ലഹേമിലെ ഒരു പുൽത്തൊഴുത്തിൽ ഒരു കുഞ്ഞായിട്ട് അവിടെ ജനിക്കുകയാണ്. ജീവിച്ചതും അങ്ങനെ തന്നെയാണ്. ഒരു തച്ചൻ്റെ കുടുംബത്തിൽ താനൊരു പക്ഷേ പണിയൊക്കെ ചെയ്ത് തൻ്റെ പിതാവിനെ സഹായിച്ചു കാണും, യാതൊരു സംശയവുമില്ല. അപ്പോൾ താൻ അത്ര ദാരിദ്ര്യം അനുഭവിച്ച് നമുക്ക് വേണ്ടി ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ വെറും ദരിദ്രനായി, ഒന്നുമില്ലാത്തവനായി, അവന് വിശന്നു, അവന് ദാഹിച്ചു. എത്രയോ സന്ദർഭങ്ങളിൽ സാത്താൻ അവനെ പരീക്ഷ കാര്യം നമുക്കറിയാം. അവൻ വിശന്നപ്പോൾ സാത്താൻ അവൻ്റെ അടുക്കൽ വന്നെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ് ദരിദ്രനായി തീർന്നു നമുക്ക് വേണ്ടി. ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ ഓർക്കണം എന്നാണ് അവിടെ പറയുന്നത്. തീർച്ചയായും നാം അനുഭവിക്കുന്ന ദൈവകൃപയും ദൈവസ്നേഹവും ദൈവികമായ ക്ഷമയും നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയും. ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത് അതാണ്, അല്ല നമ്മുടെ പ്രസംഗമല്ല. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ നിന്ന് പ്രസംഗിച്ചിട്ട് ഞാൻ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ, സ്നേഹമില്ലാതെ, അല്ലെങ്കിൽ യാതൊരു കരുണയുമില്ലാതെ ഇടപെടുവാണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഒന്നുമില്ല. നിങ്ങൾ എന്നോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മാറിയെന്നെങ്കിലും പറയും. വലിയ പ്രസംഗമൊക്കെ കാച്ചുന്നുണ്ട്, പക്ഷെങ്കിൽ കയ്യിലിരിപ്പ് ഇതാണ് പരിപാടി, അല്ലേ? അപ്പോൾ നാം ഈ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ, അത് മറ്റുള്ളവരിലേക്ക് നമ്മാൽ കഴിയും വിധം അത് പാസ് ചെയ്യേണ്ട ആവശ്യം നമുക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എഫേസ്യ ലേഖനം 2:8 വായിക്കാം. ബുക്ക് ഓഫ് എഫേഷ്യൻസ് 2 verse 8. എഫേസ്യ 2:8. അവിടെ നിന്നാണ് പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസമുണ്ട്, പക്ഷെങ്കിൽ അവിടെ എന്തുകൊണ്ടാണ് വിശ്വാസം വന്നത്? ദൈവകൃപ വന്നതുകൊണ്ടാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ കൃപ കാരണമാണ് നാം ഇന്നിവിടെ ദൈവസന്നിധിയിലായിരിക്കുന്നത്. അതിനുള്ള യോഗ്യത നമുക്ക് ലഭ്യമായത് ദൈവകൃപയാണ്. അല്ലാതെ നമ്മുടെ എന്തെങ്കിലും യോഗ്യതയാണോ, നമ്മുടെ വിശുദ്ധ ജീവിതമാണോ നമ്മളെ ഈ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ സാധ്യമായത്? അങ്ങനെ ആർക്ക് പറയുവാൻ കഴിയും? ഞാൻ വിശുദ്ധനാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ ചിന്തകളൊക്കെ വളരെ 100% ശുദ്ധമാണ്,
എന്നൊക്കെ ആർക്കെങ്കിലും പറയാൻ പറ്റും? അപ്പോൾ ഈ നാം അനുഭവിച്ച ദൈവകൃപയെ പറ്റിയാണ് അവിടെ പറയുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ നിർത്താം. 2 പത്രോസ് 3:18. 2 Peter chapter 3 verse 18. അപ്പോൾ നാം ഇവിടെ എന്താണ് പറയുന്നത്? കൃപയിലും പരിജ്ഞാനത്തിലും വർദ്ധിച്ചു വരണം. നമ്മുടെ പരിജ്ഞാനവും വർദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് നാം ഈ ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡികൾ അറ്റൻഡ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നാം ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്നത്? നമ്മുടെ പരിജ്ഞാനം വർദ്ധിക്കണം. കേവലം ബുദ്ധിപരമായിട്ടുള്ള പരിജ്ഞാനമല്ല, അറിവല്ലാതെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ട ആ അറിവുകൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് നാം അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് അത് ഫലം കാണുന്നത്. ദൈവ കൃപയിൽ നാം വർദ്ധിച്ചു വരുന്നവരാണോ? നാം ഓരോരുത്തരും ചിന്തിച്ച് നോക്കാം. ദൈവകൃപയ്ക്കായിട്ട് നാം ആഗ്രഹിക്കുന്നവരാണോ? അതിൽ നമ്മിൽ എന്തൊക്കെ ദൈവകൃപയാണ് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്? ആ പരിജ്ഞാനത്തിലും കൃപയിലും നാം വർദ്ധിച്ചു വരുന്നുണ്ടോ? ഓരോ ദിവസം, അനുദിനം, ഓരോ ദിവസവും വർദ്ധിച്ചു വരുവാൻ നമുക്ക് കഴിയണം. അതിന് ദൈവം നമ്മെ സഹായിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ വാക്കുകൾ കൃപയോടെയും ഉപ്പുനാൽ രുചി വരുത്തായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്, അല്ലേ? ഞാൻ ആ വാക്കുകളിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം നാം അനുഭവിക്കുന്ന ദൈവകൃപ, നാം കർത്താവിൽ നിന്ന് പ്രാപിച്ച ദൈവകൃപ മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യണമെന്നാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. നോഹയ്ക്ക് ദൈവകൃപ ലഭിച്ചു, നമുക്കും ദൈവകൃപ ലഭിച്ചു. എന്തുകൊണ്ടാണ്? നമ്മുടെ വിശ്വസ്തമായ ദൈവം ആഗ്രഹിക്കുന്നത് പെർഫെക്റ്റ് മനുഷ്യരെ അല്ല, 100% പെർഫെക്റ്റായ മനുഷ്യരെ ഒന്നും അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ ദൈവം വിശ്വസ്തത ആഗ്രഹിക്കുന്നുണ്ട്. നമ്മിൽ തെറ്റ് വന്നാൽ ദൈവസന്നിധിയിൽ ചെന്ന് ഏറ്റുപറഞ്ഞ്, ദൈവമേ ഞാൻ തെറ്റിപ്പോയി, ദൈവത്തോട് തുറന്നു പറഞ്ഞ് ഏറ്റുപറഞ്ഞ്, കർത്താവേ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന അനുഭവം നമുക്ക് വേണം. ദൈവകൃപ ഒരു അനുഗ്രഹമാണ്. കർത്താവ് ദൈവകൃപയിൽ വളർന്നു വന്നുവെന്ന് നാം ലൂക്കോസ് സുവിശേഷത്തിൽ വായിച്ചു. കൃപയും സത്യവും ക്രിസ്തു മുഖാന്തരം വന്നു. സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുവാനിടയായി. അതുപോലെ മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപയെപ്പറ്റി ഞാൻ പറഞ്ഞു. എത്ര മഹാദാരിദ്ര്യത്തിലും നമുക്ക് ആ ദൈവകൃപ ലഭിക്കുവാൻ സാധിക്കും, ആ ദൈവിക സന്തോഷം ലഭിക്കാൻ സാധിക്കും. ആ യഥാർത്ഥമായിട്ടുള്ള ദൈവഭക്തനായ മനുഷ്യൻ അങ്ങനെ ആകണം. നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന കർത്താവിനെ നാം ഓർക്കണം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നാം എഫെസ്യ ലേഖനത്തിൽ വായിക്കുന്നു. ആ ദൈവം നമുക്ക് കൃപയിലും പരിജ്ഞാനത്തിലും വർദ്ധിച്ചു വരുന്ന അനുഭവം നമുക്കുണ്ടോ? ദൈവികമായ നമ്മുടെ സ്വഭാവങ്ങൾ ദൈവ സന്നിധിയിൽ നിൽക്കുമ്പോൾ നാം അനുദിനം മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. നാം ആരും പെർഫെക്റ്റ് അല്ല. നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും, ചിലപ്പോഴൊക്കെ ചില കാര്യം അസൂയ വരാം, പല ചിന്തകൾ വരാം. അപ്പോൾ ഇതിനെയെല്ലാം ഓരോ അനുദിനം നാം അത് കുറച്ചുകൊണ്ട് ജഡത്തിൻ്റെ ഫലങ്ങൾ നമ്മിൽ ഉണ്ടാകുന്നത് കൊണ്ടുവന്നിട്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ വർദ്ധിച്ചു വരുവാൻ നമുക്ക് കഴിയണം. അതിന് ദൈവത്തിൻ്റെ കൃപയിൽ നാം ആശ്രയിക്കേണ്ടതുണ്ട്. തീർച്ചയായും ദൈവം നമ്മളെ അതിന് വരും ദിവസങ്ങൾ സഹായിക്കട്ടെ. ഈ നാം അനുഭവിക്കുന്ന ദൈവകൃപയെപ്പറ്റി നാം ഓരോന്നും ചിന്തിച്ച് നോക്കി. എത്രമാത്രം ദൈവകൃപ നാം അനുഭവിക്കുന്നുണ്ട്, എത്രമാത്രം നന്മകൾ നാം ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട്. ആ നന്മകളിൽ നിന്ന് ദൈവത്തിന് നന്ദി പറയുന്നവരായിട്ട്, അവന് ആ ഒരു നന്ദിയുള്ളവരായിട്ട് നാം എപ്പോഴും ജീവിക്കണം. നാം പലപ്പോഴും മറന്നുപോകും. നമ്മുടെ ഇല്ലായ്മകളെപ്പറ്റി മാത്രമാണ് നാം പലപ്പോഴും ചിന്തിക്കുന്നത്. ദൈവം തന്നിട്ടുള്ള നന്മകളെ നാം മറന്നു പോകാതെ ദൈവകൃപയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ചെറിയ മെസ്സേജ് മൂലം ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.